ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് സൈഡായിട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് എന്തിൻ്റെ ഇവിടം കൂടെ നമ്മുടെ കോമ്പിനേഷനാണ്. സ്പെഷ്യലി പറയുന്നത് പൂരിയുടെ കൂടെ പ്ലസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ നാടൻ മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടികല്ലിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ചേരുവകളെല്ലാം തന്നെ ചതച്ചെടുക്കുമ്പോഴാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതെന്തായാലും ചതച്ച് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവൻ കുരുമുളകാണ്. നമുക്ക് കുരുമുളക് മുഴുവനായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ഈ ഒരു റെസിപ്പീൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കേണ്ട, അതിന് പകരം മുഴുവൻ കുരുമുളക് തന്നെ ചേർത്തിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചതഞ്ഞു വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, എന്നാലാണ് ആ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ചതച്ച ചേരുവകൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും കേട്ടോ. ഭയങ്കര ഒരു മണമാണ്. അപ്പം ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി അതിലേക്ക് നമ്മൾ 2 പച്ചമുളകാണ്, അത് എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് ചേർക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ എല്ലാം പച്ചച്ചുവ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ സവാള നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ സവാള വേണം, എന്നാലാണ് അത് റോസ്റ്റായി വരുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 3 വലിയ സവാള വളരെ നൈസായിട്ട് അരിയണം കേട്ടോ. എന്നാലേ ഉള്ളൂ വഴന്ന് വരുമ്പോൾ അത് ഒട്ടും ഇല്ലാണ്ടാവുള്ളൂ. ആ രീതിയിൽ നമുക്ക് വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഈ 3 വലിയ സവാളയും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും സവാള അത്യാവശ്യം നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ല കേട്ടോ ഇത് നമുക്ക് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് വഴറ്റി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനി അടച്ച് വെച്ചിട്ട് നമുക്കിത് എന്താ പറയുക നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടി കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മളിതിലേക്കുള്ള മുട്ട പുഴുങ്ങിയെടുക്കുകയാണ്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഇതുപോലെ വരഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കുക. എന്നാലേ ഉള്ളൂ നമ്മൾ അതിനകത്തേക്കുള്ള മസാലയൊക്കെ നല്ലതുപോലെ അതിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ മുട്ട മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടി കട്ടിയുള്ള ഞാൻ പറഞ്ഞ പോലെ ഉള്ള പാത്രം എടുക്കുമ്പോഴാണ് നല്ലതുപോലെ ഇതുപോലെ വഴന്ന് കണ്ടില്ലേ. അപ്പം നമ്മൾ ചേർത്ത 3 വലിയ സവാള ചേർത്തതെല്ലാം തന്നെ വഴന്ന് കണ്ടില്ലേ, വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പാത്രം എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ പാത്രമാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ്. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഡീറ്റെയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, താല്പര്യമുള്ളവർ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ്. തക്കാളി നമ്മൾ ഒരുപാട് ചേർക്കേണ്ട കേട്ടോ. നമ്മൾ ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പോൾ തക്കാളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പം തക്കാളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ ചെറിയ തക്കാളി ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. തക്കാളിയും ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ പച്ചമണം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് നമ്മൾ കുരുമുളക് ചേർത്തത് കൊണ്ട് എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം.
ഇപ്പോൾ മസാല എല്ലാം പച്ചമണം മാറി എല്ലാം മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആ ഗ്രേവിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ അരപ്പെല്ലാം തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ അരപ്പൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വേവിച്ച് വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട അത്യാവശ്യം തന്നെ കൂടുതലായിട്ട് തന്നെ വെന്തിട്ടുള്ള മുട്ടയാവണം കേട്ടോ, അല്ലാതെ അധികം വേവാത്ത മുട്ടയൊന്നും എടുക്കരുത്. അപ്പം മൊത്തത്തിൽ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേവിച്ചിട്ടുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. പിന്നെ വരയാൻ വേണ്ടി എന്തായാലും ശ്രദ്ധിക്കുക, എന്നാലേ ഉള്ളൂ നമ്മുടെ മുട്ടേൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക മസാലയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ആ മുട്ടയിലേക്കൊക്കെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു അളവിൽ നിന്ന്, അതായത് നമ്മൾക്ക് ഈ ഒരു 3 വലിയ സവാള എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 5 മുട്ട നമുക്കിതിൽ ഉപയോഗിക്കാം കേട്ടോ. കാരണം അത്യാവശ്യം ഗ്രേവി ഉള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 5 മുട്ട വരെയൊക്കെ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മല്ലിയില ചേർത്തിട്ടൊന്നുമില്ല, അത് നിർബന്ധമൊന്നുമില്ല. കണ്ടില്ല, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒരു തവണയും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുട്ട റോസ്റ്റ്, നമുക്ക് പണ്ടൊക്കെ നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലെ മുട്ട റോസ്റ്റാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുപോലെയാണോ മുട്ട റോസ്റ്റ് തയ്യാറാക്കാറുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസിനായിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും ബിസിനസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.